കേന്ദ്ര സർക്കാർ പദ്ധതിയെ ചൊല്ലി പത്തനംതിട്ടയിൽ എംപിയും എംഎൽഎയും തമ്മിൽ തർക്കം. 100% കേന്ദ്ര സർക്കാർ ഫണ്ടിൽ നിർമ്മിക്കുന്ന ജനറൽ ആശുപത്രിയുടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റാണ് ഇരുവരും ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. കേന്ദ്ര സർക്കാരിന്റെ PM ആയുഷ്മാൻ ഭാരത് മിഷൻ പദ്ധതിയിലാണ് ഇത് ഉൾപ്പെടുന്നത്. സർക്കാർ ആശുപത്രികളിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകൾ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു നൽകുന്ന തുക ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങ് കഴിഞ്ഞ ദിവസം നടന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരുന്നു ശിലാസ്ഥാപനം നടത്തിയത്. ശിലാസ്ഥാപന ചടങ്ങുമായി ബന്ധപ്പെട്ട നോട്ടീസിൽ പദ്ധതി തുക ചെലവഴിക്കുന്നത് ആരെന്ന് വ്യക്തമാക്കിയിട്ടില്ല. 100% കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം. ഇതേപ്പറ്റി മൗനം പാലിച്ചുകൊണ്ടുള്ളതായിരുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ്. കേന്ദ്ര സർക്കാർ ധനസഹായത്തോടെ നടത്തുന്ന പദ്ധതികളുടെ ഉദ്ഘാടന വിവരം തന്നെ അറിയിക്കാത്തത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ആരോപിച്ച് ആന്റണി MP-യും രംഗത്തെത്തി. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയായ PM ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ 23,75,00,000 ഉറുപ്പികയാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 100% ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ അടുത്ത നോട്ടീസിൽ സംസ്ഥാന ഗവൺമെൻറ് ഫണ്ടെന്നാണ് വെച്ചിരിക്കുന്നത്. അതല്ല, കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ്. അതിൻ്റെ വിനിയോഗം ഏറ്റവും ഫലപ്രദമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കോന്നി മെഡിക്കൽ കോളേജിലും കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപ മുടക്കി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു. ജനം, പത്തനംതിട്ട.